ഞാൻ നേരത്തെ കടയിൽ പോയി കുറച്ച് പാൽ വാങ്ങിച്ചായിരുന്നു, ഒരു പാക്കറ്റ്. അപ്പം നമുക്കത് ഉണ്ടാക്കാം. ആദ്യം ഞാൻ ഇച്ചിരി വെള്ളം എടുത്ത് തിളപ്പിക്കുക, അത് കഴിഞ്ഞ് പാൽ പൊട്ടിച്ചൊഴിച്ചു. ആ സമയത്ത് നമുക്ക് പൂച്ചക്കുട്ടികൾ എന്നാ ചെയ്യുന്നതെന്ന് നോക്കാം. തിളച്ച് വരട്ടെ. ഇവിടെ ഒരാൾ പരതി നടക്കുകയാണ്. അപ്പമാണ് കേട്ടോ. അപ്പു ഇടയ്ക്ക് കയറി വരുവേ. പിള്ളേരെ കടിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ പുറത്തേക്ക് ഇടും അപ്പുവിനെ. അപ്പോൾ വാതിൽ തുറന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ അകത്ത് കയറി വന്നേക്കുന്നത്. നമുക്കിവനെ ഓടിക്കാം, അല്ലെങ്കിൽ പിള്ളേരെ പിടിച്ച് കടിച്ചാലോ. പുറത്താണ് ഞാൻ ഫുഡ് ഇടയ്ക്ക് വെച്ച് കൊടുക്കുള്ളൂ. അവൻ കരഞ്ഞു വെച്ച് എന്നാലും കള്ളത്തരത്തിലകത്ത് കയറും. അപ്പോൾ നമ്മുടെ പാല് അടുപ്പത്ത് തിളച്ച് കാണും. പെട്ടെന്ന് നമുക്ക് നോക്കാം എന്ന് തിളച്ചോ ഇല്ലയോ എന്ന്. അപ്പോൾ പാൽ തിളച്ച് വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പാലെടുത്ത് പിള്ളേർക്ക് മാറ്റി വെക്കാം. തിളച്ച് കഴിയുമ്പോൾ കുറച്ച് പാല്, ഈ ഇഞ്ചി ചതച്ച് പാലിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ചായക്ക്. അപ്പോൾ ഇഞ്ചി ചതച്ച് ഇട്ടേക്കുന്ന കേട്ടോ ഈ കാണുന്നത് പാലിൻ്റെ അകത്ത്. ഇനി ചായപ്പൊടി ഇടാം, പഞ്ചസാര ഇടാം. ഇത് ഇനി ഒന്ന് തിളച്ച് വരട്ടെ. ഇത്തിരി അത്യാവശ്യം കളർ മാറിക്കഴിയുമ്പോൾ, നല്ല കളറാകുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാല് നമുക്ക് പിള്ളേർക്ക് വേണ്ടി കൊടുക്കാവേ. ഇത് ചൂടുണ്ട്. ഇത് ആറ്റിക്കഴിഞ്ഞാലേ ഉള്ളൂ, ആറിക്കഴിഞ്ഞാലേ അവർക്ക് കുടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ കള്ളി റോസ് ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കുടിക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ ചൂടായതുകൊണ്ട് കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ചായ റെഡി. ഇഞ്ചി ചായ ആയതുകൊണ്ട് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ റെൻറ്റിന് താമസിക്കുന്ന വീടാണ്. എൻ്റെ ഫ്രണ്ട് ഇതാണ്, സിറ്റൗട്ട് ഇതാണ്. ഞാൻ സിറ്റൗട്ടിലാണ് ഇരിക്കുന്നത്. ചെറിയൊരു മഴയുണ്ട്. നല്ലൊരു വൈബാണ്. ഇഞ്ചി ചായയും കടലയും കടല റോസ്റ്റും ഒക്കെ ആയിട്ട് ചായ കുടിക്കാനായിട്ട്. നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ നമ്മൾ പാലൊഴിച്ച് വെച്ചേക്കുന്നത് കുഞ്ഞു പൂച്ചകളൊക്കെ 1-2 പേര് വന്ന് കുടിക്കുന്നുണ്ട്. റോസ് കുടിക്കുന്നുണ്ട്. ഇനി കുഞ്ഞു പൂച്ചകൾ കുടിക്കും. അല്ല, ഒരുത്തിന് ഇഷ്ടമില്ല കേട്ടോ. ഒരുത്തിന് ഇങ്ങനെ പരതി നടക്കുകയാണ്.